അച്ഛനെ ഓർത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഇന്റർവ്യൂ തന്നെ. എന്തിനാ ഇങ്ങനെ അച്ഛനെ ഇത്രയും കഷ്ടപ്പെടുത്തണം? കൊറോണ വന്നപ്പോ എന്റെ അച്ഛൻ്റെ അമ്മക്ക് തളർന്നു പോയി. അപ്പൊ എന്റെ അച്ഛൻ മാത്രമേ വീട്ടിൽ നിന്ന് പണിക്കോളൂ. ആഴ്ച 7,000 രൂപയൊക്കെ കടമുണ്ടായ ടൈമിന് ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞത്. പക്ഷെ അന്ന് കാശില്ലെങ്കിലും അച്ഛൻ എനിക്ക് പൈസ ഒപ്പിച്ച് തരാറുണ്ടായി. അച്ഛൻ മാറി ഇരുന്നിട്ടൊക്കെ കാണത്തുള്ളൂ. അതിനകത്താണ് ഞാൻ കരയും കൂടി ചെയ്തല്ല. ഞാൻ പിന്നെ അവര് കാണുന്ന സമയത്ത് അങ്ങോട്ട് പോകാത്തില്ല. ഞാൻ പിന്നെ ഇരുന്ന് കരയത്തില്ല. അച്ഛനും അമ്മക്കും ഭയങ്കര പ്രൗഡാണ് ഇപ്പം കൃഷ്ണപ്രിയ ഓർത്തിട്ട്. ഇത്രയും ഗൗണ് ചെയ്തു കൊടുത്തിട്ട് ഒരു കസ്റ്റമർ ഈ ഒരു ഗൗൺ കൊടുത്തിട്ട് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ആള് പുറത്തായിരുന്നു. ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തൊക്കെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളിലെ ടേപ്പും എൻ്റെ ടേപ്പൊക്കെ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പിന്നെ കുറേ ഞങ്ങൾ ഇഞ്ചിലുള്ള സെന്റിമീറ്ററിലൊക്കെ നോക്കി ഒക്കെയാണ് ഞങ്ങൾ ചെയ്തത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി വണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും കുറച്ച് ടെൻഷനായിരുന്നു ഇട്ടാൽ എങ്ങനെയായിരിക്കും. പക്ഷെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് നോക്കിയിട്ട് എനിക്ക് വലിയ പാരഗ്രാഫായിട്ട് കുറേ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. കുഞ്ഞിലേ തൊട്ടുള്ള ഡ്രീമായിരുന്നു ഇങ്ങനത്തെ ഗൗൺ എന്നൊക്കെ പറഞ്ഞ്. ഈ ഇടക്ക് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന. അവർ ഇടക്കിടക്ക് വീട്ടിൽ വരും കേട്ടോ. ഒരു ചേച്ചി അനിയത്തി. അവര് 2 പേരും കൂടിയിട്ടാ കല്യാണം നടത്തണം. കുറേ നേരം സംസാരിക്കും. പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടാ പോയത്. എനിക്ക് അനിയനുണ്ട്. അപ്പൊ ഞങ്ങള് ചെറിയ വീടാക്കണത്. പക്ഷെ പൊക്കത്തൊരു നിലയും കൂടി എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്തിനാ ഇത്രയും വലിയ വീട് വെക്കണം? ആകെ ഒരു ആൺകൊച്ചല്ലേ ഉള്ളു എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോവില്ലേ, അങ്ങനത്തേക്ക് മൈൻഡിലൊക്കെ സംസാരിക്കും. കൃഷ്ണപ്രിയന്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ? പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങി. വീട് പണി അപ്ഡേറ്റ് ടൈലിട്ട് കഴിഞ്ഞു. ഇനി പെയിന്റിങ് അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. ഒരു പണിയും കൂടെ ഉള്ളു. ഇനി വേൾഡ് റെക്കോർഡിന് നോക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ അതാണ് അടുത്ത ഡ്രീം. അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങള് യൂട്യൂബില് ലൈവ് ഇടുന്നുണ്ട്. അതെന്നാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് എന്താ ശരിക്കും ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ? ആൾക്കാരെ പെട്ടെന്ന് കാണുമ്പോ തന്നെയാ ശരിക്കും അവരുടെ സ്വഭാവം തന്നെ എല്ലായിരിക്കും. കുറച്ചുകൂടി കഴിവുള്ളല്ലോ മനസ്സിലാവും. അപ്പൊ അതാണ്. ഇപ്പൊ ഒരാളെ വെക്കണമെങ്കിൽ തന്നെ ആദ്യം വേണമെങ്കിൽ നമ്മളുടെ അടുത്ത് നിൽക്കും പോലെ എല്ലായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് അവരോട് പറഞ്ഞു വിടാനൊന്നും പറ്റില്ലല്ലോ. ആദ്യം വൈറലായിട്ടുള്ള വീഡിയോ ഇതാ. ആദ്യം ഒരു ഹൈ ആൻഡ് ലോ ഡ്രസ്സിന്റെ വീഡിയോ ആയിരുന്നു. അത് ഇങ്ങനെ കാണിച്ചിട്ട് ഇത് ഞാൻ മുമ്പ് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ മനസ്സിൽ ഇത് ഇട്ടാ റീച്ച് കയറുമെന്നായിരുന്നു. കയറൂല്ല എന്നുള്ള രീതി ഇടുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറെ അങ്ങോട്ട് ആഗ്രഹിച്ചിട്ട് കയറില്ല. അത് ഭയങ്കര അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ കുറെ ഓർഡർ കിട്ടുമെന്നൊന്നും ഓർക്കാണ്ട് ആദ്യം ചിലപ്പോൾ ഒരു ഓർഡർ അയക്കും. അതിന് 2, 3 അങ്ങനെ കയറുള്ളൂ. കയറണമെന്ന് ഓർത്തിട്ട് ബിസിനസ് നിർത്തി പോവാണ്ട് പറ്റണത്രയും ചെയ്ത് നോക്കാം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് ഇപ്പൊ കേരളത്തിനകത്തും പുറത്തും വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ബിസിനസ് വുമൺ ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൃഷ്ണപ്രിയ. നമ്മള് ഏകദേശം 1 year ആയില്ലേ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു 1 yearന് ശേഷം കൃഷ്ണപ്രിയന്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ? പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങി. കൂടുതൽ കച്ചവടമൊക്കെ ആ വഴി കിട്ടുന്നുണ്ട്. വെബ്സൈറ്റ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളു. എന്നാലും നമ്മൾ വെഡിങ് ഗൗൺ തന്നെ നോക്കണം അത്യാവശ്യമായിട്ട് തന്നെ. ഓക്കെ. ആൻഡ് വീട് പണി അപ്ഡേറ്റ്. കഴിഞ്ഞ തവണ വീട് പണി ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് അതിന്റെ അപ്ഡേഷൻ എന്തൊക്കെയാ? ഇപ്പൊ ടൈലിട്ട് കഴിഞ്ഞ് ഇനി പെയിന്റിങ് അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. ഒരു പണിയും കൂടെ ഉള്ളു ഇനി. അത് കഴിഞ്ഞ് നമ്മൾ കൃഷ്ണപ്രിയയുടെ വീട് കാണും. ഞാനിപ്പോ വിചാരിക്കായിരുന്നു എല്ലാവരും പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ബ്രൈഡൽ ഗൗൺസ് ആണ് കൂടുതൽ കൃഷ്ണപ്രിയ ചെയ്യുന്നത്. പക്ഷെ ആളിപ്പോൾ ഇട്ടിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഡ്രസ്സ് വരെ കൃഷ്ണപ്രിയ സ്റ്റൈൽ ചെയ്തതാണ് കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതാണ്. സോ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ വേണമെങ്കിലും കൃഷ്ണപ്രിയ ചെയ്ത് തരുമോ? ഈ ഗൗൺസ് മാത്രം ഹെവി അങ്ങനെയുള്ള ഗൗൺസ് മാത്രമാണ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനത്തെ ഡ്രസ്സ് ഞങ്ങൾക്ക് ചെയ്തു തരുമോ? ഇതുപോലത്തത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറില്ല. നമുക്ക് അത്യാവശ്യം അറിയാവുന്നവരൊക്കെ ചോദിക്കല്ലോ, അപ്പൊ കൊടുക്കും. അല്ലാതെ ഉള്ളത് വെഡിങ് ഗൗൺ തന്നെയാണ് കൂടുതലും ചെയ്യണം. നമ്മളിപ്പോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പുറത്ത് കൊടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ
ചെയ്യാൻ പറ്റും. ഏകദേശം ബഡ്ജറ്റ് എത്ര? ഇപ്പൊ ഞാൻ കൊച്ചി പോലത്തെ സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കൃഷ്ണപ്രിയയുടെ ഡ്രസ്സിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയൊക്കെയാ ശരിക്കും? എവിടുന്ന് തുടങ്ങും, എവിടെ അവസാനിക്കും? എൻ്റെ മറ്റേ ചെറിയ ചെറിയ ഡ്രസ്സാണ് ഒരു 500 രൂപ തൊട്ടിട്ടുണ്ട്. 500 തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 1500 ആ റേഞ്ച് വരെയുള്ള ഇതുപോലത്തേക്ക. ഓക്കെ, ഇങ്ങനത്തെ മാക്സി ഡ്രസ്സസ് ഒക്കെ. പിന്നെ വെഡിങ് ഗൗൺ ആണെങ്കിൽ വൈറ്റ് വെഡിങ് ഗൗൺ ഒരു 10,000 തൊട്ടൊരു 25,000. ഓക്കെ. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഗൗൺ ഏതാ? ഏത് പ്രൈസ് റേഞ്ചിലുള്ളതാ? 25 ആ റേഞ്ചിലായിരിക്കും. ഓക്കെ. ഏറ്റവും കൂടുതൽ അതന്നെ. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും മെറ്റീരിയൽ എടുക്കണം, സ്റ്റിച്ച് ചെയ്യണം, ഒറ്റക്ക് തന്നെയല്ലേ ഇപ്പോഴും ചെയ്യണേ? ഇത് ശരിക്കും മുതലാവോ? ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഞാൻ ഒറ്റക്ക് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് റേറ്റ് കൂട്ടേണ്ടി വരും, അവർക്കും കൂടി കൊടുക്കണ്ടേ. ഓക്കെ. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ കല്യാണം എന്ന് പറയുമ്പോൾ വലിയൊരു ഭാരിച്ച ചെലവുണ്ടല്ലോ, പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റ് കാര്യത്തിന്. ഇപ്പൊ നമുക്ക് എൻഗേജ്മെന്റ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും അതിന് പറ്റിയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിനാണെങ്കിലും കോസ്റ്റ്യൂമിന് ഭയങ്കര ഒരു പ്രൈസ് റേഞ്ച് ഭയങ്കര ഹൈ ആണ്. അപ്പം ഈ അഫോർഡബിൾ പ്രൈസിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ പൈസക്ക് സ്റ്റിച്ച് ചെയ്ത് തരുമോ, എന്നാൽ എനിക്ക് ഗൗൺ ഇടുന്ന ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടോ ആളുകൾ? വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാ? എനിക്ക് ഒരു വട്ടം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗൗണിന്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഞാൻ അതിനെത്ര 12,000 രൂപ പറഞ്ഞപ്പോ തന്നെ എനിക്കിത് വേണം, ഞാനിത് റെന്റിന് ചോദിച്ചപ്പോ അവര് മുന്നോട്ട് 12,000 രൂപ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൗൺ ഇടാൻ, പക്ഷെ റേറ്റ് കൂടുതലായതുകൊണ്ടിട്ട് സാരി എടുക്കണം ആ മൈൻഡിലുള്ളവരും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഒരു 8,000 രൂപക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൗണ്. വൈറ്റ് ഗൗൺ അല്ല, എനിക്ക് തോന്നുന്നത് ഡാർക്ക് ബ്ലൂ ഗൗൺ അങ്ങനെ എന്തോ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും ഒറ്റക്കല്ലേ ഇത് ചെയ്യണേ? അപ്പൊ എത്ര വർഷം ഏകദേശം ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പം കൃഷ്ണപ്രിയ? വെഡിങ് ഗൗൺ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത്രയും പോപ്പുലാരിറ്റി വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് കൂടി, നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പിന് ആളെ വെക്കാം. എന്തുകൊണ്ട് ഒറ്റക്ക് കൃഷ്ണപ്രിയ ഇത് ചെയ്യാം? ആൾക്കാരൊന്നും ഇപ്പൊ സഹായത്തിന് കൂട്ടത്തില്ല തീരുമാനിച്ചത് എന്തുകൊണ്ടാ? അത് ഇപ്പൊ റേറ്റ് അത്യാവശ്യം കുറച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല, ആരെങ്കിലും നിർത്തിയാൽ എനിക്കത് കൂട്ടേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാളെ വെച്ചെന്നാൽ അവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ വീട് പണി കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നിക്കുന്ന വീടില്ലേ, അതൊന്നും കൂടി ഒന്ന് സെറ്റാക്കി അത് എനിക്ക് ഈ സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് 2-3 പേര് നിർത്തണം എന്നുണ്ട്. അപ്പോഴേ ആരെങ്കിലും ഒക്കെ നിർത്തുള്ളൂ. ഇപ്പൊ പൊതുവെ നമ്മൾ വിചാരിക്കുക ഈ വീഡിയോസ് കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചത് കൃഷ്ണപ്രിയന്റെ പുറകിൽ ഒരു വലിയ ടീമുണ്ട്. സോ ഒരു മാർക്കറ്റിംഗ്, അതാണല്ലോ പരസ്യത്തിന്റെ ഭാഗമായിട്ട് കൃഷ്ണപ്രിയ മുന്നിൽ വരുന്നു, കൃഷ്ണപ്രിയ ഒറ്റക്ക് വീഡിയോ ചെയ്യുന്നു, ഇത് ആരാണെന്നൊരു ക്യൂരിയോസിറ്റി, ആളുകൾ വന്ന് പർച്ചേസ് ചെയ്യുന്നു. ഞങ്ങൾ വിചാരിച്ച വലിയൊരു ടീം പുറകിലുണ്ടെന്നാ. പക്ഷെ അന്നും ഇന്നും ഒറ്റക്ക കാര്യങ്ങൾ ചെയ്യണേ. അതിപ്പം ഈ പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും, ഒറ്റക്ക് ചെയ്യാം. നമുക്ക് ഇപ്പം പൈസയുടെ വാല്യൂ അറിയുന്നതുകൊണ്ട് ഒറ്റക്ക് ചെയ്യാം എന്നൊരു തീരുമാനത്തിലാണല്ലോ ഇപ്പൊ കൃഷ്ണപ്രിയ ഉള്ളത്. പക്ഷെ അത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഉറക്കുണ്ടാവില്ല. കറക്റ്റ് ടൈമിന് ഇപ്പൊ ഒരു ദിവസം 3 ഗൗണൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ 2 മണിവരെയൊക്കെ ഇരിക്കും രാത്രി, എന്നിട്ട് തയ്ച്ചിട്ട് പിറ്റേ ദിവസം ഒരു 8 മണിക്കൊക്കെ എണീറ്റ് പിന്നെയും തയ്ക്കാൻ തുടങ്ങും. ഒരു ദിവസം എനിക്ക് തോന്നുന്നു 2-3 ഗൗൺ വരെയൊക്കെ ഒറ്റയടിക്കൊക്കെ ചെയ്യും. ഇപ്പൊ ഫാസ്റ്റ് കൂടി, ഒറ്റക്ക് ചെയ്ത് നല്ലോണം ഫാസ്റ്റായി എല്ലാ ഡ്രസ്സും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കരണ്ടൊക്കെ എൻ്റെ അവിടെ എപ്പോഴും കരണ്ട് പോകും, എന്നാലും പിന്നെ ടെൻഷൻ അടിക്കണ്ട, കരണ്ട് വന്നാൽ ഉടനെ തന്നെ ചെയ്ത് നമുക്ക് അയക്കാല്ല എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ ഹാർഡ് വർക്കിംഗ്. എത്ര വയസ്സായി ഇപ്പൊ? 22 ആവുമ്പോ 22 വയസ്സിൽ ആളിപ്പോ ഒരു ബിസിനസ് വുമണായി. ഇപ്പം ഞങ്ങളിപ്പം ആലോചിച്ച് തുടങ്ങുക, ഇപ്പം ഒരു ബിസിനസ് തുടങ്ങണം, എങ്ങനെ തുടങ്ങും, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യും എന്നൊരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുക. പക്ഷെ കൃഷ്ണപ്രിയ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയത് അതിന് മുൻപേ ചെറുതായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നില്ലേ? അപ്പൊ എനിക്കൊന്ന് 18-19 ആ പ്രായത്തിലല്ലേ? 18ാമത്തെ ബർത്ത്ഡേയുടെ അന്നോട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ആ ബർത്ത്ഡേക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അന്നോട്ട്? അതിന് മുമ്പേ എനിക്ക് ബോൾ ഗൗൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 18ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്കാണ് ഞാൻ അരിയാന ഗ്രാൻഡിന്റെ ഡ്രസ്സ് ചെയ്തത്. അപ്പൊ അത് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അത് ഞാൻ ഓർത്ത് ഭയങ്കര വൈറലാകും എന്നുവെച്ചാല് മറ്റേ മിഷനില്ലേ ഇങ്ങനെ ചവിട്ടണ മിഷൻ, അതിൽ ചെയ്തുകൊണ്ടിട്ട് യൂട്യൂബിലായിട്ട് അപ്പൊ അത് വൈറലാകുന്നൊക്കെ ഓർത്ത്. പക്ഷെ അതായില്ല, അത് കഴിഞ്ഞ് പിന്നെയും കുറെ വീഡിയോ ഇട്ടിട്ടാ
പിന്നെ അത്യാവശ്യം ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലേ? മീൻസ് ഞാനിങ്ങനെ വീഡിയോ ചെയ്താൽ അത് വൈറലാവും, ഈ വഴി നമുക്ക് കേറി പിടിക്കാം. അതാരാ മീൻസ് ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ, കൃഷ്ണപ്രിയക്ക് സ്വയം തോന്നിയതാണോ? എങ്ങനെയാ ഇതിന്റെ ഒരു ട്രാക്ക് എങ്ങനെയായിരുന്നു? ഞാനും അവരും കൂടിയിട്ടാ ആരിഫും കൂടിയാ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡ്രോയിങ് ചെയ്തിട്ടാ തുടങ്ങിയത്. പക്ഷെ ഡ്രോയിങ് ചെയ്യുമ്പോൾ പടം മാത്രല്ലേ കാണുള്ളൂ, എന്നെ കാണുന്നില്ലല്ലോ. എനിക്ക് എന്നെ കൂടി ആൾക്കാർ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ചിങ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തു. പക്ഷെ റൂമിൽ ചെയ്യുമ്പോഴത്തേനും എൻ്റെ 7,000 രൂപയുടെ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ ഭയങ്കര കരികരിപ്പായതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കയറില്ല നോക്കിയിട്ട് ഇവനും ഞാനും കൂടിയിട്ട് ക്യാമറ എടുത്ത് പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാൻ തുടങ്ങി. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ. അതിട്ട് പിന്നെ ഞാൻ ഫാഷൻ ഷോയ്ക്ക് പോയി അങ്ങനെ വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഇട്ടതാണ് ഇങ്ങനെ ബാക്കിൽ ഈ തുണിയൊക്കെ ഇങ്ങനെ ഇട്ടത്. അത് റീച്ചായി തുടങ്ങി. പിന്നെ അങ്ങനത്തെ തന്നെ വീഡിയോസ് കുറേ ഇട്ടിട്ട് അക്കൗണ്ട് അത്യാവശ്യം സെറ്റ് ആക്കി. ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ഇതിപ്പോ കേറിപ്പോ വൈറലാവുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? ആദ്യം വൈറലായിട്ടുള്ള വീഡിയോ ഇതാ. ആദ്യം ഒരു ഹൈ ആൻഡ് ലോ ഡ്രസ്സിന്റെ വീഡിയോ ആയിരുന്നു. അത് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ ഞാൻ ഞാൻ നോക്കി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിന്റെ വീഡിയോ കൊടുത്തിട്ട് അത് ഇങ്ങനെ കാണിച്ചിട്ട് ഇതുപോലെ കാണിക്കും. എനിക്കൊരു ലൈറ്റ് പിങ്കോ ബ്ലൂവോ ലൈറ്റ് കളർ ഷെയ്ഡ് അല്ലേ? അതിന്റെ വീഡിയോ. അതിനുശേഷം ഭയങ്കര കോൺഫിഡന്റ് ആയി. അതിന്റെ വീഡിയോക്ക് എന്തോ 1 million ആയപ്പോ തന്നെ ഇവൻ പറഞ്ഞ് അടിച്ചു പറഞ്ഞ് ഇനി എല്ലാ ദിവസവും വീഡിയോ ഇട്ട് ഇതുപോലെ തന്നെ വീഡിയോ ഇട്ടോളാൻ പറഞ്ഞ്. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ ഗൗണും ഞാൻ മുമ്പ് തയ്ച്ച ഹരിയാന ഗ്രാൻഡിന്റെ ഗൗൺ ഉണ്ടായി. പിന്നെ ഒരു അത്യാവശ്യം വലിയ ഹൈ ആൻഡ് ലോ ഗൗണൊക്കെ ഉണ്ടായി. അതിന്റെ എല്ലാത്തിനും വീഡിയോ തിരുതരായിട്ട് ഒരു 10,000 ഫോളോവേഴ്സ് ആയപ്പോ പിന്നെ എന്തോരം എങ്ങനെ വീഡിയോ എടുക്കണേ എന്നുള്ളതും കൂടിയിട്ട് അപ്പൊ അത് നല്ല രീതിക്ക് റീച്ചായി. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ്. ശരിക്കും കേരളത്തിനകത്തുനിന്നാണോ പുറത്താണ് ഏറ്റവും കൂടുതൽ കൃഷ്ണപ്രിയക്ക് ഫാൻസ് കൂടുതൽ? എവിടുന്നാ? അത് കേരളത്തിൽ തന്നെ. പിന്നെ എന്നെ പോലെ വീഡിയോസ് ഇടുന്ന പിള്ളേരുണ്ട്, അത് പുറത്താ. കേരളത്തിന്റെ പുറത്ത് കുറച്ച് പിള്ളേരുണ്ട്. ഇൻസ്പയർ ചെയ്ത വീഡിയോ ഇടാൻ പറയാറുണ്ടോ? മെസ്സേജ് അവര് സംസാരിക്കാറുണ്ട്? ഞാൻ അവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ കാണാൻ തന്നെ എന്റെ ഡ്രസ് തന്നെ അവർ ചെയ്യും. പിന്നെ ഞാൻ എല്ലാത്തിലും കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കും. അപ്പൊ അത് തന്നെ ആ പിള്ളേരും കാണിക്കും. ഇപ്പൊ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങി. ഇപ്പൊ ഇത്രയും ഫോളോവേഴ്സ് വരും, അല്ലെങ്കിൽ അതിലൂടെ വർക്ക് വരുന്ന ഓൾറെഡി ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പൊ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് കൃഷ്ണപ്രിയക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, നമ്മളെല്ലാവരും കേട്ടോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് അത്യാവശ്യം ആലോചിച്ചു ചെയ്യണം നല്ലത്. അല്ല പെട്ടെന്ന് എടുത്തേടിയ നമ്മളെല്ലാം ആദ്യം തന്നെ ഇങ്ങനെ ഞാൻ മുമ്പ് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോ തന്നെ മനസ്സിൽ ഇത് ഇട്ടാ റീച്ച് കയറുമെന്നായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ കുറെ ആലോചിക്കണം. കയറൂല്ല എന്നുള്ള രീതി ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുറെ അങ്ങോട്ട് ആഗ്രഹിച്ചിട്ട് കയറില്ല, അത് ഭയങ്കര സങ്കടമല്ലേ. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ കുറെ ഓർഡർ കിട്ടുമെന്നൊന്നും ഓർക്കാണ്ട് ആദ്യം ചിലപ്പോൾ ഒരു ഓർഡർ അയക്കും, അത് പിന്നെ 2, 3 അങ്ങനെ കയറുള്ളൂ. കയറുള്ളെന്ന് ഓർത്തിട്ട് ബിസിനസ് നിർത്തി പോവാണ്ട് പറ്റണത്രയും ചെയ്ത് നോക്കാം. അപ്പൊ തന്നെ സെറ്റ് ആയി ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാം, ഒരു ദിവസമെങ്കിലും റിസൾട്ട് കിട്ടും. ഇത്രയും ഗൗണ് ചെയ്തു കൊടുത്തിട്ട് ഒരു കസ്റ്റമർ ഈ ഒരു ഗൗൺ കൊടുത്തിട്ട് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ഗൗൺ സ്റ്റോറി ഉണ്ടോ? കൊറേ ഉണ്ട്. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ആള് പുറത്തായിരുന്നു. ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തൊക്കെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളിലെ ടേപ്പും എൻ്റെ ടേപ്പൊക്കെ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറേ ഞങ്ങൾ ഇഞ്ചിലുള്ള സെന്റിമീറ്ററിലൊക്കെ നോക്കി ഒക്കെയാണ് ഞങ്ങൾ ചെയ്തത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി വണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും കുറച്ച് ടെൻഷനായിരുന്നു ഇട്ടാൽ എങ്ങനെയായിരിക്കും. പക്ഷെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് നോക്കിയിട്ട് എനിക്ക് വലിയ പാരഗ്രാഫായിട്ട് കുറേ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. കുഞ്ഞിലേ തൊട്ടുള്ള ഡ്രീമായിരുന്നു ഇങ്ങനത്തെ ഗൗൺ എന്നൊക്കെ പറഞ്ഞ്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ ഇടക്ക് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന. അവർ ഇടക്കിടക്ക് വീട്ടിൽ വരും കേട്ടോ. ഒരു ചേച്ചി അനിയത്തി, അവര് 2 പേരും കൂടിയിട്ടാ കല്യാണം നടത്തണം. കുറേ നേരം സംസാരിക്കും. പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടാ പോയത്. ഈ സ്വന്തമായിട്ട് കല്യാണം നടത്തുന്ന കുറെ പെൺപിള്ളേരുണ്ടല്ലോ, അത് നമുക്കും പ്രചോദനാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഓഫ് കോഴ്സ് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ വരുമ്പോ എങ്ങനെയാ ആ മൊമെന്റ്? എനിക്ക് കൂടുതൽ അങ്ങനെയുള്ളവരാ വന്നത്. സ്വന്തമായിട്ട് വീട്ടില് അമ്മനും അച്ഛനും ബുദ്ധിമുട്ടിക്കരുത്, അങ്ങനെയുള്ള കുറെ പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്.
എനിക്ക് നല്ല സന്തോഷവും എന്നോട് അവർ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈ ചേച്ചിയാണെങ്കിലും എന്നെ കുറേ സംസാരിച്ചു ഇങ്ങനെ അതാണ് ഇതാണ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെയും കൂടെ ഇങ്ങനെ ഇതാക്കി അങ്ങനെയൊക്കെ പറയുന്നത്. ബിക്കോസ് കൃഷ്ണപ്രിയ പല ഗേൾസിനും ഇൻസ്പിറേഷൻ ആണ്. കാരണം ഞാൻ അന്നും പറഞ്ഞു, കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര പ്രചോദനമാണ്. ഇപ്പൊ ഇതേപോലെ ചോദിക്കട്ടെ, ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ വളരെ ഈ പറഞ്ഞ ഗൗൺസ് കൊടുത്ത് ഇത്രയും നല്ല മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര വിഷമം തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ ഗൗൺ ചെയ്ത് കൊടുത്തിട്ട്? അങ്ങനത്തെയും കുറേയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ഒരു ഗൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതായിരുന്നു. പക്ഷെ അതിനകത്ത് എന്താ പറയേണ്ടത്, കറക്റ്റ് ഫിറ്റ് അല്ലായിരുന്നു. പക്ഷെ അത് തിരിച്ച് ഇവിടെ അയക്കാനുള്ള ടൈം ഉണ്ടായില്ല. അപ്പൊ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് അത് ഇടാണ്ടിരിക്കേണ്ടി വന്നു. അങ്ങനത്തെയൊക്കെ എന്നോട് കുറേ സംസാരിച്ചതാ പുള്ളിക്കാരത്തി, നല്ലോണം എന്നെ സന്തോഷം. പക്ഷെ എന്നെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി അത് കുഴപ്പമില്ലടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അത് പിന്നെ എനിക്ക് സങ്കടമായി. അവര് വല്ല വഴക്കം പറഞ്ഞത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു പാവം കൊച്ചു എന്നൊരു സാധനം ഉണ്ടാവും അവർക്കും. ഇപ്പൊ ഈ ചെറിയ കുട്ടി ഇമേജ് ഉണ്ടല്ലോ, എപ്പോഴും കൃഷ്ണപ്രിയ കൊച്ചുകുട്ടി എന്ന് ആൾക്കാർ പറയെങ്കിലും കൃഷ്ണപ്രിയ ചെയ്യുന്നത് വെച്ചാല് മീൻസ് ഈ പ്രായത്തിൽ അപേക്ഷിച്ച് കാര്യങ്ങളാണ് ബോൾഡായിട്ട് ചെയ്യണേ. സോ അതിപ്പോ പലർക്കും ഇൻസ്പിറേഷൻ എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പം 1 year മുമ്പ് കണ്ട കൃഷ്ണപ്രിയ അല്ലേ ഇപ്പൊ കുറച്ചും കൂടി ബോൾഡായി. ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കൃഷ്ണപ്രിയ മിണ്ടത്തില്ല. പിന്നീട് കുറച്ചുകൂടി നമ്മുടെ ഇന്റർവ്യൂവിൽ സംസാരിച്ചു, ഇപ്പൊ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നു. ഈ ചേഞ്ചസ് എങ്ങനെയാ? അത് ഈ ഫീൽഡിന് വന്നപ്പോഴുള്ള മാറ്റാണോ അതോ ലൈഫ് മാറ്റിയെടുത്താണോ, എങ്ങനെയാ? ഇപ്പൊ ഞാൻ കുറെ പേരോട് സംസാരിക്കണുണ്ടല്ലേ. ഇവനൊന്നും ഞാൻ ഇങ്ങനെ ഇവനൊക്കെ എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിക്കാണ്ടുള്ളതല്ലേ കാണുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ മുമ്പിൽ ഞാൻ കസ്റ്റമറിനോട് സംസാരിക്കും, ഇവരൊക്കെ വായും പിടിച്ചിരിക്കും, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ. ഞാൻ ഇത്തിരി അവരുടെ അടുത്ത് സംസാരിക്കുമ്പോ ഇങ്ങനെ ചെറുതായിട്ടല്ല, ഇത്തിരി നല്ല രീതിക്ക് സംസാരിക്കും. ദേഷ്യപ്പെട്ടല്ലേ അല്ലേ, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണമല്ലോ, അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവര് നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ കൊച്ചു കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ബിസിനസ്സിൽ ഭയങ്കര ശ്രദ്ധയുള്ള ഒരാളാണല്ലോ, അങ്ങനെ പറ്റിക്കാൻ ശ്രമം നടത്തിയിട്ട് പറ്റാതെ തിരിച്ചുപോയ ആൾക്കാരുണ്ടോ? ഇപ്പൊ അങ്ങനെ ആരും വന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. എന്താ ഗൗണിന്റെ എന്താ അതെന്തായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പൊ ഓർമ്മയൊന്നും മര്യാദക്കില്ല. പണ്ട് ഇങ്ങനെ ഡ്രസ് എന്തോ ടൈറ്റ് ആയിരുന്ന ഇറക്കം കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് കുറെ പ്രശ്നമുണ്ടായി. പക്ഷെ മെഷർമെന്റ് എടുത്തതും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ അതുകൊണ്ട് എന്നെ പറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഡ്രസ്സിന്റെ മെഷർമെന്റ് എല്ലാം നോക്കിയിട്ട് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുത്ത് വെക്കും. ഡ്രസ്സ് കൊറിയർ അയക്കുന്ന മുമ്പ് തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും വീഡിയോ എടുത്ത് വെക്കും. ചില നേരം എനിക്ക് തന്നെ ടെൻഷൻ ആവും, അയ്യോ ആ ഡ്രസ്സ് കറക്റ്റ് ആണ്, ഫിറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അപ്പൊ തന്നെ ആ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ നോക്കും, അപ്പൊ കുഴപ്പമില്ല, അവർ തന്ന മെഷർമെന്റ് തന്നെ ചെയ്തത്. അപ്പൊ മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ചെന്നാലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി, എന്താ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇതാണ് മെഷർമെന്റ് എടുത്തത് തന്നെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പ്രശ്നമല്ല, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ മെഷർമെന്റ് എടുത്ത് വീഡിയോ കോൾ ചെയ്തെടുക്കാറുണ്ട് ഞാൻ. മെഷർമെന്റ് എടുത്തപ്പോഴത്തേക്കിനും വേസ്റ്റ് വരെയുള്ള ലെങ്ത് കൂടിപ്പോയി. ആ ചേച്ചി എന്നേക്കാളും കുഞ്ഞതായിരുന്നു. പുള്ളിക്കാരത്തേക്ക് അപ്പോൾ ഒരു 13 ഇഞ്ചൊക്കെ മതി. ആളെടുത്ത് തന്നു 17 ഇഞ്ച് തന്നു. അപ്പൊ ഇത്രയും എന്തോ ഉണ്ടായിട്ട് ഞാൻ മലപ്പുറത്ത് പോയി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന്. അതായത് മലപ്പുറത്തായിരുന്നു കസ്റ്റമർ. ഞങ്ങൾ ഇവിടുന്ന് എന്നാ ചേട്ടൻ്റെ കാറിന് ഞങ്ങളെല്ലാവരും കൂടി മലപ്പുറത്ത് പോയി. അവരുടെ വീട്ടില് മിഷൻ ഉണ്ടായിരുന്നു. ചെന്ന് അളവെടുത്ത് അപ്പം തന്നെ ഡ്രസ്സ് അഴിച്ച് സ്റ്റിച്ച് ചെയ്ത് അപ്പം തന്നെ പോന്നു. പിന്നെ പുള്ളിക്കാരത്തി എനിക്ക് എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നു. ഇതെന്താ പലപ്പോഴും ഇപ്പൊ നമ്മളൊരു ടീമിൽ ഒരു ബുട്ടിക്കിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളറോ സൈസോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ സ്റ്റിച്ചിങ് ഒന്നും കറക്റ്റ് ആയിന്ന് വരില്ല. പക്ഷെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മോശമായിട്ടുള്ള റെസ്പോൺസ് കിട്ടാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള സാധനം വാങ്ങാൻ തോന്നും. വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ലോങ് പോയി ചെയ്യാത്ത ആളുകളുണ്ട്. പക്ഷെ അതിനൊരു 100% ഇട്ടിട്ട് കൃഷ്ണപ്രിയ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം എന്താ? എനിക്ക് ടെൻഷൻ അടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും അത്ര അടിപൊളിയായിരിക്കും. അല്ല, എനിക്ക് അങ്ങനെ ഇതുണ്ട്. എൻ്റെ ഇത് വാങ്ങിയിട്ട് അവരിങ്ങനെ വിഷമിക്കരുതല്ല. ഇപ്പൊ ഈ ചേച്ചിനോടാണേലും എനിക്ക് പറയാൻ, എനിക്ക് ഇനിയിപ്പോൾ അവിടം വരെ ലോങ് അല്ലേ, എനിക്ക് വരാണ്ടിരിക്കണം, എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കായിരുന്നു. പക്ഷെ എനിക്ക് അതിന് പറ്റത്തില്ല. എനിക്ക് ടെൻഷൻ ആവും പെട്ടെന്ന് തന്നെ. ഞാൻ പെട്ടെന്ന് എൻ്റെ തളർന്നിങ്ങനെയൊക്കെ വീഴും. എന്താ ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. ആ ഡ്രസ്സ് കറക്റ്റ് ആവണവരെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ ഡ്രസ്സിന് വേണമെങ്കിൽ പകുതി പൈസ ഞാൻ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും, എൻ്റെ നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ.
സത്യത്തിൽ ഇവർക്കൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ എനിക്ക് തന്നെ മനസ്സിനൊരു സങ്കടം, അയ്യോ അവർക്ക് അത് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എന്നിട്ട് ഇവര് ഒരു പ്രാവശ്യം ഒരു കസ്റ്റമറിന് ചെയ്തിട്ട് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടോപ്പിന്റെ ഭാഗം മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്ത ഡ്രസ്സായിരുന്നു, നല്ല പൈസയുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്തത്. പക്ഷെ അവർ പറഞ്ഞ് വർക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മാറ്റിയത്. എന്നിട്ട് ഞാൻ ഞാൻ ഇച്ചിരി പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, എനിക്ക് സമാധാനം വേണ്ടി, അതിന് വേണ്ടിയിട്ട്. സമാധാനമാണ് മെയിൻ. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന സമയത്ത് സമാധാനമാണ് ഇല്ലാത്തത് കൂടുതലും. എത്രയൊക്കെ നല്ല വശം പറഞ്ഞാലും ഭയങ്കര ടെൻഷനാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളിൽ എത്തിക്കുന്നു, അതിന്റെ ഫീഡ്ബാക്ക് കേൾക്കണു, ഒരു നെഗറ്റീവ് പറഞ്ഞ ടെൻഷൻ ആവും. ബേസിക്കലി ഏറ്റവും കൂടുതൽ കൃഷ്ണപ്രിയയുടെ എങ്ങനത്തെ ഗൗൺസാ വാങ്ങാൻ ആൾക്കാര് കൂടുതൽ എൻക്വയറീസ് വരുന്നത്? ബോൾ ഗൗണും പിന്നെ ബോഡിക്കോൺ ഇപ്പൊ ചെയ്യാറുണ്ട് ഞാൻ. ബോൾ ഗൗൺ ആണ് എല്ലാരും വാങ്ങാറ്. ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളത് ബോൾ ഗൗൺ. ഓക്കെ. ഈ കുറച്ച് പുതിയ ട്രൈ ചെയ്യണം, പുതിയ ഗൗൺസ് കൊണ്ടുവരണം, നമ്മുടേതായിട്ടുള്ള പുതിയ ഐഡിയയിൽ കൊണ്ടുവരണം എന്ന രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴും. അതിനുവേണ്ടി ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത്? എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ട്, ടൈം കിട്ടാലോ. പക്ഷെ ഇപ്പൊ 2-3 ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചില നേരം ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും മനസ്സിലായിട്ട് എന്തെങ്കിലും വന്നത്, അത് ചില നേരം ഇവനും പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെ. അപ്പൊ തന്നെ എന്നാ അതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ. ചില കളറൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഗൗൺ ഇതിൽ ചെയ്താലാന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനത്തെ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ ടൈം ഇല്ലാത്തതാണ് പ്രശ്നം. പൊതുവെ ഡിസൈനേഴ്സിന്റെ വലിയ ആഗ്രഹം സെലിബ്രിറ്റീസിന് നമ്മൾ ചെയ്ത ഡ്രസ്സ് സെലിബ്രിറ്റീസ് ഇടണം, അവരൊരു ഫംഗ്ഷൻ ഇട്ട് കാണണം എന്നൊക്കെ. അങ്ങനെ ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇട്ട് കാണണം ആഗ്രഹം ഉണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് മുമ്പൊന്നും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പേർലി മണിയില്ലേ, പുള്ളിക്കാരിക്ക് കൊടുക്കണം എന്നുണ്ട്. ഞാൻ പണ്ട് എനിക്കിങ്ങനെ ഒന്നും ഇല്ലാഞ്ഞ സമയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അയ്യോ പൈസ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തിരുന്നത്. ശരിക്കും ഡൗൺ ആയിരുന്ന സമയത്ത് ആളുടെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. പുള്ളിക്കാരത്തി അതിന് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇടുമല്ലേ, അപ്പൊ ഞാൻ അതൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് ആള് ഭയങ്കര ഇഷ്ടം, ആൾക്ക് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് ഈ ഇടക്ക് ആള് കുറച്ച് മോട്ടിവേഷന്റെ ആവശ്യം വരാറുണ്ട്. ശരിക്കും ആ സമയത്ത് സ്വയം ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണല്ലോ, അതെങ്ങനെയാ ശരിക്കും? കൂടി ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എങ്ങനെയാ? അതെന്നാലും ചീത്ത പറഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് ഞാൻ ചെയ്തിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ എന്തേലും അന്ന് ഫാഷൻ ഷോയ്ക്ക് പോയപ്പോഴാണേലും എന്നോട് പറഞ്ഞ് നിനക്ക് അത് നടക്കൂലെന്ന് പറഞ്ഞ, അന്നാ പിന്നെ അത് ചെയ്ത് കാണിക്കണമല്ലോ, ആ മൈൻഡിൽ ഞാൻ പോയി ചെയ്ത് അങ്ങനത്തെ ഒക്കെ ചെയ്യും. അല്ലാണ്ട് ചില നേരം ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ഒന്നുമല്ലൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട ആൾക്കാര് പറയുമ്പോഴാ വിഷമം. ഓക്കെ. ഇപ്പൊ ആൾക്കാര് മുമ്പത്തെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ട് ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് വിഷമഘട്ടത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഈ കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പൊ തിരിച്ചു വന്നില്ലേ? അല്ലെങ്കിൽ ഇന്ന ആളുടെ മുമ്പിൽ ഒരു തിരിച്ചു വരവ് നടത്തണം അങ്ങനെ തോന്നി ഇപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? പണ്ട് അവര് കളിയാക്കി തളർത്തിയ ആൾക്കാര് ഇപ്പം കൃഷ്ണപ്രിയ നമ്മുടെ കുട്ടിയാ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിയോ? പക്ഷെ പേരൊന്നും പേര് പറയാൻ പറ്റില്ല, പേരല്ല ഇപ്പൊ കാര്യം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊന്നും അധികം പേർക്ക് എന്നെ ഇങ്ങനെ ഇഷ്ടമൊന്നുമല്ല. എന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സാണെങ്കിലും ഞാൻ ഇങ്ങനെ മുടിയൊക്കെ ഫ്രണ്ടിൽ ഇടുവല്ല, അതുകൊണ്ടിട്ട് മിക്കവർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഞാൻ ഇതായി കഴിഞ്ഞ് ഇങ്ങനെ ഇത്ര വീഡിയോസ് ഒക്കെ ഇട്ട് എന്നെ അത്യാവശ്യം പേർക്ക് അറിയാവുന്നതായപ്പോ ഒരു പ്രാവശ്യം ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോ ഞാൻ ഒറ്റക്കായിരുന്നു, എൻ്റെ അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു എന്നെ അറിയാവുന്ന ഒരാള്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പൈസ എന്തെങ്കിലും തരുവാന്ന് വെച്ചപ്പോൾ തന്നെ ആ ചേച്ചിക്ക് ഇപ്പുറത്തിരുന്ന ആൾക്ക് എന്നെ മുമ്പ് അറിയാവുന്നതാ, എന്നെ ഇഷ്ടമല്ല ഞാളെ എന്നെ കുറിച്ച് കുറ്റൊക്കെ പറഞ്ഞ നടന്നാളാ. അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ മോളാണെന്നൊക്കെ പറഞ്ഞ അടുത്തോട്ട് ഞാൻ നീക്കിയൊക്കെ ഇരുത്തി ഇതെന്ത് പറ്റി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വിളിച്ച് കളിയാക്കൊക്കെ ചെയ്യട്ടെ, നിനക്ക് തയ്യക്കാരി എന്നൊക്കെ വിളിച്ച് കളിയാക്കും. പിന്നെ എന്നോടൊന്നും അറിയത്തില്ല, എന്റെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ പറയുള്ളൂ. പക്ഷെ എന്റെ അമ്മ ഇപ്പൊ തിരിച്ചു പറയും നല്ലത്, എന്നെ അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞാല് എന്താ പേരിയാരെടുത്ത് പറയുള്ളൂ, പറഞ്ഞ പണിയായി. ഞാൻ കാര്യം പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവും, വീട്ടിൽ വിളിച്ചാലൊക്കെ പറയും. ഇപ്പൊ തയ്യൽക്കാരി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ആർക്കും ചിലപ്പോ കൃഷ്ണപ്രിയന് മുമ്പിൽ വന്നിട്ട് ധൈര്യത്തോട് പറയാനുള്ള ധൈര്യം ഇല്ല ശരിക്കും. പണ്ടത്തെ കൃഷിപ്രിയാണെങ്കിൽ വിഷമിച്ചാണ്, ഇപ്പം തിരിച്ചു നന്നായിട്ട് പറയോ? ആവശ്യത്തിനുള്ളതൊക്കെ. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു, കൃഷിപ്രിയ സെർച്ച് ചെയ്യുമ്പോൾ അച്ഛനെ ഓർത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഇന്റർവ്യൂ തന്നെ. ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തിട്ട്
ഫാമിലി ഇതൊക്കെ കാണുമല്ലോ. ഇപ്പൊ അച്ഛനെ കുറിച്ച് പറയുന്നതും കുറെ വിഷമ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പലതും ഫാമിലിനെ അറിയിച്ചിട്ടുണ്ടാവില്ല. കുറെ നാളിന് ശേഷമായിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാവുക. ഇന്റർവ്യൂ ഒക്കെ കണ്ട സമയത്ത് പാരന്റ്സ് എന്താ പറഞ്ഞത്? അച്ഛൻ എന്റെ മുമ്പിൽ കാണൂല, അച്ഛൻ കരയൂല. കരയില്ല? അല്ല, അച്ഛൻ കരയൂന്ന് ഓർത്തിട്ടായിരിക്കും എന്റെ മുമ്പിൽ നിന്ന് കാണിയല്ലേ. ആരും ഇല്ലാത്തപ്പോഴാണ് അച്ഛൻ മാറി ഇരുന്ന് കാണും. അമ്മയൊക്കെ ഇരുന്ന് കാണും, അച്ഛൻ മാറി ഇരുന്നിട്ടൊക്കെ കാണത്തുള്ളൂ. അതിനകത്താണ് ഞാൻ കരയും കൂടി ചെയ്തല്ല. ഞാൻ പിന്നെ അവര് കാണുന്ന സമയത്ത് അങ്ങോട്ട് പോകത്തില്ല, ഞാൻ പിന്നെ ഇരുന്ന് കരയത്തില്ല. അയ്യോടാ. പക്ഷെ അച്ഛന് ഭയങ്കര പ്രൗഡ്, അച്ഛനും അമ്മക്കും ഭയങ്കര പ്രൗഡാണ് ഇപ്പം കൃഷ്ണപ്രിയ ഓർത്തിട്ട്. അവര് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു മകളെ കിട്ടിയത് വലിയൊരു ഭാഗ്യാണ്? നേരിട്ട് പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടിട്ടാണല്ലോ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം ഇപ്പം സാധിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ അതും ഇപ്പോഴും സ്റ്റിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ വീട് കംപ്ലീറ്റ് ആവുന്ന വരുമ്പോഴത്തേക്ക്. അത് അമ്മ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിലാണ് വീട് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ ചിലവർക്ക് ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് ഇതാക്കാൻ പറ്റണം. ഞാനും കൂടി പൈസ ഇട്ട്, ഞാൻ പെങ്കൊച്ചും കൂടി ആയതുകൊണ്ടിട്ട് അവൾ അത്രയും പൈസ ഇട്ട് വീട് വെക്കണം. അതൊരു വല്ലാത്തൊരു അവർക്ക് സങ്കടം. അപ്പൊ അവരിങ്ങനെ എന്നെ അറിയാവുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന വേറെവരെയൊക്കെ വിളിച്ചിട്ട് പറയും അതിന് എൻ്റെ അമ്മയുടെ പേര് രാജിന്ന, രാജിയുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവൾ ഇടണത് ഇങ്ങനെ. അത് ഞാൻ പറയണ കള്ളത്തരം അങ്ങനത്തെ മൈൻഡില്. ഞാൻ പിന്നെ അതൊന്നും മൈൻഡാക്കാറില്ല. ഞാൻ ഇങ്ങനെ എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാറുണ്ട്. എന്താ പെൺകൊച്ചുകൾക്ക് വീട് വെച്ചൂടെ? പിന്നെ പറയണത് എനിക്ക് അനിയനുണ്ട്. അപ്പൊ ഞങ്ങള് ചെറിയ വീടാക്കണത്, പക്ഷെ പൊക്കത്തൊരു നിലയും കൂടി എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്തിനാ ഇത്രയും വലിയ വീട് വെക്കണം, ആകെ ഒരു ആൺകൊച്ചല്ലേ ഉള്ളു എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോവില്ലേ, അങ്ങനത്തെ മൈൻഡിലൊക്കെ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ വീട് വെക്കും, അത്ര തന്നെ. ഇപ്പം ഒരു ഇത്രയും നല്ല ഗൗൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇത്രയും നല്ലൊരു ഡിസൈനറിനെ ആൾക്കാർ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പം ഒരുപാട് ബുട്ടീക്ക് ഉണ്ട്, വലിയ ഡിസൈനേഴ്സ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി വീഡിയോ ഓരോന്ന് വൈറലാവുന്ന സമയത്ത് അപ്രോച്ച് നടത്തുമല്ലോ, ഞങ്ങളുടെ കൂടെ കൂടുന്നോ, ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാവുന്നോ, അങ്ങനെയുള്ള കോൾസ് വന്നിട്ടുണ്ടോ? മറ്റേ രാജാറാണി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം. അവര് മെസ്സേജ് ഞാൻ അന്ന് വൈറലായ ടൈമിന് എനിക്ക് മെസ്സേജ് ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ അത് ശരിക്കും കണ്ടില്ല എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ ഈ ഇടക്കും മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ. ഏതെങ്കിലും ടീമിന്റെ ഭാഗമാവണമെന്ന് കൃഷ്ണപ്രിയക്ക് തോന്നിയിട്ടുണ്ട്? ഇന്നൊരു ബ്രാൻഡിന്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഇല്ല, നമ്മൾ ഇൻഡിവിജ്വലി നമ്മുടെ പേരിൽ അറിയപ്പെട്ട് നമ്മളൊരു ബ്രാൻഡായിട്ട് മാറാവുന്നതാണ്. ഇപ്പൊ ഓരോ വർഷം കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ഇനി എന്താണ് ഒരു ആഗ്രഹം, ഡ്രീം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഇപ്പൊ ഒരു ഒന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, വേൾഡ് റെക്കോർഡിന് നോക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ അതാണ് അടുത്ത ഡ്രീം, അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങള് യൂട്യൂബില് ലൈവ് ഇടുന്നുണ്ട്. അതെന്നാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ അതിന് വേണ്ടിയിട്ട്. ഈ ഗൗൺ ആണല്ലോ ഏറ്റവും കൂടുതൽ ചെയ്യാ. ഇപ്പൊ ഈ ഗൗൺ ഒന്ന് മാറ്റി പിടിക്കാം. ഇപ്പം ഗൗണും ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി അറിയാം, എന്നാൽ പുതിയൊരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ പുതിയൊരു ട്രെൻഡിലേക്ക് മാറാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ട്രാക്ക് മാറ്റാം, അതോ ഗൗൺ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ? എനിക്ക് വേറെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയാലും പിന്നെ ഞാൻ ഗൗണിലോട്ട് തന്നെ എത്തും. ഇഷ്ടമാണ് ഗൗൺ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൗൺ ഇടുമ്പോഴത്തേനും. എനിക്ക് അത് ഇട്ട് നടക്കാനൊക്കെ നല്ല പാടാ. ഇത്ര നേരം കഴിഞ്ഞൊന്നും നമുക്ക് അത് തയ്ക്കാനും പാടാ. ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു ഗൗണാണ്, അതിനൊരു 25,000 രൂപ റേറ്റ് വരും. അത് തന്നെ ഞാൻ തയ്ച്ചിട്ട് കസ്റ്റമറൊക്കെ വരുമ്പോഴത്തേനും ഞാൻ കാണിച്ചു കൊടുക്കും അവർക്ക്. അവരിങ്ങനെ ഇത്രയും ദൈവം ഇത് എങ്ങനെ തയ്ച്ചെടുത്തെന്ന് ചോദിക്കും, അത്രയും കനവാ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ തയ്ക്കാൻ. സ്വന്തമായിട്ട് എത്ര ഗൗൺ ചെയ്തിട്ടുണ്ട് കൃഷ്ണപ്രിയക്ക് മാത്രം? ഇത്ര ഗൗൺ ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ അത്യാവശ്യം ഉണ്ട്. എത്ര ഉണ്ടെന്ന് അറിയില്ല, എന്നാലും കണ്ടുവെക്കരുത്. എന്നാലും ഏകദേശം 10-20 കൂടുതലുണ്ടാവും. ഇതൊക്കെ ഹെവി ആണോ ഗൗണൊക്കെ? അപ്പൊ ഇത് ഇത്രയും ഗൗൺ, ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഹെവി ഗൗൺ ആണെങ്കിൽ ഇത് എടുത്തു വെക്കാൻ അലമാരയുടെ പകുതി സ്ഥലം തീരും. ഇത്രയും ഗൗണൊക്കെ എങ്ങനെ സൂക്ഷിക്കണേ? സൂക്ഷിച്ചൊന്നുമില്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമുണ്ട്, അതില് കട്ടിലിട്ടതിന്റെ ഇപ്പുറം മൊത്തം ഇങ്ങനെ ബാഗുകളാ, അത് മൊത്തം എൻ്റെ ഗൗണ്. ആരെങ്കിലും കയറി വരുമ്പോ ഒരു പേടിച്ചത്
ശരിക്കും മൊത്തം ഇങ്ങനെ നീളമുള്ള ബാഗില്ലേ അതിൽ ഈ ഓരോ ഗൗൺ വെച്ചിട്ട് അതിങ്ങനെ കിടക്കണേ അതിന്റെ ഈ സൈഡ് ഫുൾ ഇങ്ങനെ മല പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തല ഇപ്പൊ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു വീട് വെക്കുമ്പോ ഈ ഗൗണൊക്കെ വെക്കാനുള്ള സ്ഥലം ഓൾറെഡി പ്ലാനിലുണ്ടോ? മറ്റേ സ്റ്റെപ്പിന്റെ അടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെക്കണം. പക്ഷെ അവിടെ തികയില്ല ഇത്. ഇപ്പൊ ഉള്ള വീട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിലൊരു റൂം മൊത്തം എന്റെ ഗൗൺ സ്റ്റുഡിയോ പോലെ. ഇപ്പൊ താമസിക്കുന്ന വീട് സ്റ്റുഡിയോ ആക്കാൻ പ്ലാൻ ഉണ്ടോ? അതാണ് സ്റ്റുഡിയോ അവിടെ ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ വീടിന്റെ ഹോം ടൂർ ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം. ഞാൻ നോക്കാം എവിടെയാണ് സ്റ്റുഡിയോ. പക്ഷെ അത് കൊള്ളാം. അതാകുമ്പോ ആൾക്കാർക്ക് വരാനും അതിനായിട്ടുള്ള ഒരു സ്പേസ് ആക്കുകയും ചെയ്യാലോ എന്നൊക്കെ. അതിനി സെറ്റ് ആക്കി എടുക്കണം. ഈ ഗൗണിൽ ഇപ്പൊ ഇത്രയും ഗൗൺ ഉണ്ടെങ്കിലും ഇനിയും ഗൗൺ ചെയ്യണമെന്നൊരു തുറയുണ്ടല്ലോ. അങ്ങനെ ഒരു ഹെവി ഗൗൺ കൃഷ്ണപ്രിയക്കായിട്ട് ചെയ്യണമെന്നുണ്ടോ? ഉണ്ട്. എനിക്ക് കൊറേ മെറ്റീരിയൽ, എനിക്ക് തോന്നുന്നു ഒരു 5000 മീറ്ററിലൊരു ഗൗൺ ചെയ്യണമെന്നുണ്ട്. 5000 മീറ്ററിലോ? പക്ഷെ അതിന് നല്ല പൈസയാവും. നമുക്കൊരു 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആവും. മെറ്റീരിയൽ ഏറ്റെടുത്ത് വരുമ്പോ തന്നെ അത്രയും റേറ്റ്. ലെങ്ത്തിൽ നമ്മൾ ഉദ്ദേശിക്കണേ? ലെങ്ത്തും അത്യാവശ്യം ലെങ്ത്തും ഉണ്ടാവും. അത് നല്ലോണം ഇങ്ങനെ നിക്കും. ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യും? ഞാൻ കൃഷ്ണപ്രിയ എങ്ങനെ ഒറ്റക്ക് മാനേജ് ചെയ്യും? അതെനിക്കറിയില്ല. എന്നാലും നോക്കണം എന്നുണ്ട് എനിക്ക്. അങ്ങനെ ചെയ്താ നല്ലതാ. എനിക്ക് ഒറ്റയടിക്ക് മെറ്റീരിയൽ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരേ കളർ ആദ്യം പോയി 100 മീറ്റർ എടുക്കണം. അങ്ങനെ 100 വെച്ച് എടുത്താലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് എവിടുന്നാണ് ഈ മെറ്റീരിയൽ കളക്ട് ചെയ്യണേ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഹോൾസെയിലായിട്ട് ഒരുപാട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യോ? അതായത് ഇങ്ങനെ നമ്മളെപ്പോഴും പോകുന്നത് പരാഗ് പോലത്തെ സ്ഥലങ്ങളിലാണല്ലോ നമ്മുടെ ഒരു ആശ്രയം എന്ന് പറയണേ. എങ്ങനെയാ ഇത് മെറ്റീരിയൽ എങ്ങനെയാ സെലക്ട് ചെയ്യണേ? പ്ലെയിൻ ആയിട്ടൊക്കെ ബണ്ടിൽ ഞാൻ മേനകയിൽ നിന്ന് എടുക്കും. പിന്നെ വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ വർക്ക് മെറ്റീരിയലൊക്കെ എറണാകുളം കുറച്ച് കടകളുണ്ട്, അവിടെ നിന്നൊക്കെ. ഓക്കെ. ഈ ബ്രൈഡൽ എന്ത് പറയാ, ബാംഗ്ലൂരും പോയി എടുക്കാറുണ്ട്. ഓക്കെ. ഈ ഹോൾസെയിൽ ആയിട്ട് ഈ വെഡിങ്ങിന്റെ ഗൗൺ വരുമ്പോ നമ്മൾ ക്വാളിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പൊ അവരും അത് ചെക്ക് ചെയ്യല്ലോ. അപ്പൊ ക്വാളിറ്റി ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കളർ ഡൈയിങ് ചെയ്യുന്ന എങ്ങനെയാ ആ പ്രോസസ്സിങ് ഒക്കെ എങ്ങനെയാ? ഞാൻ എൻ്റെ മെറ്റീരിയൽ എല്ലാം ആദ്യം ഇവർക്ക് എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കും. ഞാൻ പിന്നെ ഗൗണിന് എല്ലാത്തിനും ക്വാളിറ്റി കുറഞ്ഞ് എടുക്കാറില്ല. വൈറ്റ് സാറ്റേൺ ആണെങ്കിൽ നല്ല മെറ്റീരിയലേ ഞാൻ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും നല്ല മെറ്റീരിയൽ ആണെങ്കിൽ എനിക്ക് തയ്ക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. ഭയങ്കര കുറഞ്ഞതാണെങ്കിൽ അതനുസരിച്ച് എനിക്കും പാടായിരിക്കും, വലിഞ്ഞ് പിന്നെ അത് സൈഡിൽ നിന്ന് പോയി അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മെറ്റീരിയലും കാണിച്ചു കൊടുക്കും അവർക്ക്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടയക്കും. പിന്നെ ഡൈയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കട ഉണ്ട്, അവിടെ നിന്നാണ് ചെയ്യണം. അവിടെ വർക്ക് മെറ്റീരിയൽ എല്ലാം അവിടെ നിന്ന് തന്നെ എടുക്കുന്ന 2-3 കട ഉണ്ട് ഇവിടെ. ഈ ഭാവിയിൽ ഇപ്പൊ ഒറ്റക്കാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ അഫ്കോഴ്സ് വർക്കിന് വിളിക്കും, കുറച്ചും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഗൗൺ എത്തിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം, ഒരു എന്താ പറയാ, ഒരു ഓണറായിട്ട് മാറണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ കൃഷിപ്രിയക്ക്? ഞാൻ വെബ്സൈറ്റ് തുടങ്ങിയപ്പോ ഞാൻ കുറച്ചുപേരെ അങ്ങനെ എടുക്കാന്നൊക്കെ വെച്ചതാ. പക്ഷെ വിളിക്കണവർക്കൊന്നും എനിക്ക് അങ്ങോട്ടേക്ക് എടുക്കാനായിട്ടൊരു ഇത് തോന്നണം. വെച്ചെന്നാല് കൂടുതലും അമ്മമാരൊക്കെ ആയിരിക്കും വിളിക്കണത്, കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ. അപ്പം അവർ കൊച്ചിനെ കൂടി കൊണ്ടുവന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേ സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പം പിന്നെ ഒന്നാമത് എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ എതിർത്ത് പറയാനൊന്നും അറിയാത്തതുകൊണ്ട് അവർ വേണേൽ കൊച്ചിനെയുമായിട്ട് മാത്രം ഇരുന്ന് പണിയെടുക്കണം നടന്നില്ലെങ്കിലാ അങ്ങനത്തെയൊക്കെ മൈൻഡ് ചെയ്യാൻ ഓർത്തു. അപ്പം പിന്നെ അതിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ യൂണിറ്റിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് ഇപ്പോൾ ഓർത്തത്. പക്ഷേ ഈ വീഡിയോ പണിയെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പേരെ വെക്കണം എന്നുണ്ട്. ഹിന്ദിക്കാരൊക്കെ ഞാൻ ആദ്യം ഓർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർത്ത് നമ്മൾ കുറച്ച് നല്ലോണം ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പൊ അത് നല്ലോണം തപ്പി എടുക്കണം. പക്ഷെ ആൾക്കാരെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താ ശരിക്കും ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പം? നമ്മള് പുതിയ ആളുകളെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥാപനമാണല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ ശരിക്കും? അത് ഇങ്ങനെ ആൾക്കാരെ പെട്ടെന്ന് കാണുമ്പോഴത്തേനെ ശരിക്കും അവരുടെ സ്വഭാവം തന്നെ എല്ലായിരിക്കും, കുറച്ചും കൂടി കഴിവുള്ളല്ലേ മനസ്സിലാവും. അപ്പൊ അതാണ്. ഇപ്പൊ ഒരാളെ വെക്കണമെങ്കിൽ തന്നെ ആദ്യം വേണമെങ്കിൽ നമ്മളുടെ അടുത്ത് നിൽക്കും പോലെ എല്ലായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് അവരോട് പറഞ്ഞു വിടാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെയൊക്കെ രീതി ഞാൻ കുറെ ഇങ്ങനെ ആലോചിക്കും. ആരെങ്കിലും വെക്കണമെങ്കിൽ ഞാൻ അതിന് കുറെ ഇങ്ങനെ ആലോചിക്കും. ഇപ്പൊ വേൾഡ് റെക്കോർഡ് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് എന്തിനുള്ള റെക്കോർഡാണ്? എങ്ങനെയാ? 100 മീറ്ററുള്ള ഗൗൺ 4 മണിക്കൂറിൽ ചെയ്യണത്. ഓക്കേ. അത് പോസിബിൾ ആണോ? കുഴപ്പമില്ല, സിമ്പിൾ. ഞങ്ങൾ അതാണല്ലോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം, ഉറക്കമില്ലാണ്ട് എന്നൊക്കെ. ഞാനിപ്പോ അതുപോലെ അത്യാവശ്യം വലിയൊരു 80 മീറ്ററിന്റെ ഗൗണൊക്കെ 2 എണ്ണമൊക്കെ ഒരു ദിവസം ചെയ്യാറുണ്ട്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് നടക്കുവാണ്. എന്നാലും
എനിക്കൊരു ഉറപ്പുണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ഗൗണ് ഇപ്പൊ ഈ പ്രൈസ് 25,000 ആണ് ഏറ്റവും പ്രൈസ് കൂടി ചെയ്തു കൊടുത്ത ഗൗൺ എന്ന് പറയുന്നു. അപ്പം ഈ 25,000 ഇപ്പൊ നമ്മളൊരു പൊതുവേ ഒരു ഷോപ്പിൽ പോവാണെങ്കിൽ നോർമൽ ഒരു ഗൗണിന് വലിയ പ്രൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഗൗൺ കണ്ടിട്ടുള്ളത് ഇതിന് 25,000 ആണ്, അല്ലെങ്കിൽ ബാക്കി ഇത് 10,000 എങ്ങനെ നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണേന്ന് ചിന്തിച്ചിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ ചിന്തിക്കും ചെറിയ പൈസക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാവും, അങ്ങനെയാണ് ആൾക്കാർ നമ്മളൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെ തന്നെയാ. അപ്പൊ അതിലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? കാരണം ഇത്രയും ചെറിയ പൈസക്ക് എങ്ങനെയാ, കാരണം നമുക്ക് ഈ മേഖലയിൽ അറിയുന്നവർക്ക് അറിയാം അത്രയും പൈസക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അതെങ്ങനെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണേ? മിക്കവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ മെറ്റീരിയലൊക്കെ എന്താ അത്യാവശ്യം കുറഞ്ഞ മെറ്റീരിയലാണോ അല്ലെങ്കിൽ നല്ല അല്ലാത്തതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാ മെറ്റീരിയൽ എടുക്കുമ്പോൾ നല്ലത് നോക്കിയിട്ട് എടുക്കാറുള്ളൂ. റേറ്റ് എത്ര ആവുന്നൊന്നും നോക്കാറില്ല. സാറ്റൻ ആണെങ്കിലും അത്യാവശ്യം റേറ്റുള്ള സാറ്റൻ എടുക്കണം, അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. വർക്ക് മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പോൾ മീറ്ററിന് 3000 രൂപയൊക്കെ വന്നത്, അങ്ങനത്തെയൊക്കെ എടുക്കണം. പിന്നെ ഞാൻ ഇതെല്ലാം വീഡിയോ ഇടുമ്പോൾ പറയും, മെറ്റീരിയലും കാണിച്ചു കൊടുക്കും. മെറ്റീരിയൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായത് ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ നോർമൽ സാറ്റേണും എൻ്റെ കയ്യിലുള്ള സാറ്റേൺ തമ്മിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്ത് വന്നവരിക്കും പറഞ്ഞു കൊടുക്കും ഞാൻ ഇത്ര രൂപയുടെ മെറ്റീരിയൽ എടുക്കണത്, അത് കൊണ്ടിട്ടാ ഇത്ര റേറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ചോദിക്കട്ടെ, ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു വലിയൊരു 50,000 ആയി എന്ന് വിചാരിക്കും. ഈ 50,000-ന് ആളുകൾ ഈ പ്രൊഡക്റ്റ് വാങ്ങും. പ്രൊഡക്റ്റ് ഇത്ര പ്രൈസൊക്കെ ആൾക്കാർ വാങ്ങുമെന്ന് എനിക്കറിയില്ല. ഇനി വാങ്ങാത്തതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഏത് റേഞ്ചിൽ പ്രൈസിലാണ് തീർത്തത്, ഏത് പ്രൈസിലാണ് സെയിൽ ചെയ്തത്? ഞാൻ 45 എന്തോ കൊടുക്കാൻ വെച്ച ഗൗണായിരുന്നു, പക്ഷെ അത് ഞാൻ 25,000 ഞാൻ കൊടുത്തു. ഇതാണ് ഏറ്റവും കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞേ. അപ്പൊ അതിലെന്താ ലാഭമുള്ളേ? അപ്പൊ നഷ്ടല്ലേ നമുക്ക്? നഷ്ടം എന്ന് പറഞ്ഞാൽ എന്തേലൊക്കെ കിട്ടാതെന്ന്. പക്ഷെ ഞാൻ അത് കൊടുത്തത് എന്താ അല്ലെ, പിന്നെ നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തത് വെറുതെ ആയിപ്പോത്തില്ലേ, എങ്ങനെയെങ്കിലും അതെങ്കിലും വേണ്ടേന്ന് ഓർത്തിട്ട് അന്ന് കൊടുത്തതാ. ഇപ്പം ഞാൻ ആ ഗൗണൊരു 27 അതിനൊക്കെ കൊടുക്കത്തുള്ളൂ. അതിന് വാങ്ങാൻ ആൾക്കാരുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ അത്യാവശ്യം പുറത്ത് നല്ല റേറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ മിക്കവരും പറയാറുണ്ട് ഇങ്ങനെ റേറ്റ് എന്തിനാ കുറച്ചിടണം, അത് ഭയങ്കര ഇതല്ലേ. എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ റേറ്റ് കുറച്ചിടാറുള്ളൂ. എനിക്ക് അത്യാവശ്യത്തിന് കിട്ടിയാൽ മതിയല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഡ്രസ്സിനൊരു എന്താ പറയുക 5,000 രൂപ മുടക്കിയിട്ട് ഞാൻ പിന്നെ അതിനൊരു 10,000-20,000 രൂപ ലാഭം അങ്ങനെ വെക്കണ്ടല്ലോ. 10,000 ഒരു 6,000 അങ്ങനെ വെച്ചാലും മതിയല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കാം, അപ്പോഴല്ലേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കാണുന്ന ആൾക്കാർ വിചാരിക്കും, പ്രത്യേകിച്ച് ഗേൾസ് അല്ലാതെ ഇപ്പൊ ബോയ്സ് ആണ് ഈ ഇന്റർവ്യൂ കാണുന്നത് വിചാരിക്കും എന്തിനാണ് ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് വാങ്ങണേ എന്ന ചോദ്യം സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത് കൃഷബ്രേക്ക്? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ മിക്കവരും ചോദിക്കാറുണ്ട്. ചിലവർ പറയാറുണ്ട് ഗൗണിന് നല്ല റേറ്റ് ഉണ്ടെന്നും പറയാറുണ്ട്. 10,000 ഒക്കെ ഭയങ്കര റേറ്റ് അല്ലേ. പക്ഷെ നമ്മൾ അതിന് മെറ്റീരിയൽ എടുത്ത് വരുമ്പോൾ തന്നെ നല്ല റേറ്റാണ്. ഒരു മീറ്ററിന് ഒരു 600 രൂപ മെറ്റീരിയലിനുണ്ടെങ്കിൽ അതൊരു 5 മീറ്റർ എടുക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് വരും. സാറ്റേണൊക്കെ എടുക്കുമ്പോൾ പിന്നെ വർക്കിന് മെറ്റീരിയൽ ഒരു 1.5 മീറ്റർ 2 മീറ്റർ 2,000 രൂപ മീറ്റർ വന്നതാണെങ്കിൽ അതിന് നല്ല റേറ്റ് വരും. അപ്പം എല്ലാം കൂടി എടുത്ത് വരുമ്പോൾ തന്നെ 10,000 ആകും. പിന്നെ എന്താ അങ്ങനെയുള്ള ഗൗണിനൊക്കെ ഞാനൊരു 16,000 രൂപ അത്ര റേറ്റിലിടും. അപ്പം എനിക്കൊരു 5,000 ലാഭം കിട്ടും. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മള് ആൾക്കാർക്ക് സെയിൽ ചെയ്യാനപ്പുറം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആളുകൾ വേറെ ഇത് കാണുക വാങ്ങാന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഡിസൈനർ എന്ന നിലയിൽ കൃഷിപ്രിയക്ക് ഏറ്റവും സന്തോഷം എന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് ഇങ്ങനെ ഇതിന് എത്ര രൂപ എനിക്ക് ലാഭം കിട്ടുമെന്ന് നോക്കൂലായിരുന്നു. അതിന് മുമ്പേ ഞാൻ ഈ ഡ്രസ്സാണ് ഇതിനൊരു 15 എന്ന് പറഞ്ഞിട്ടങ്ങോട്ട് പറയും ഇവരോട്. പ്രൈസ് പറഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനും പറ്റില്ലല്ലോ. ചിലപ്പോൾ മെറ്റീരിയൽ എടുത്ത് വരുമ്പോഴത്തേനും മെറ്റീരിയലൊക്കെ എടുത്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു 14,000 രൂപയൊക്കെ ഫുള്ളായി കാണും. പക്ഷെ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ. വല്ല 1,000 രൂപ വല്ല ലാഭം കിട്ടും. പക്ഷെ ആ മെറ്റീരിയൽ എടുത്ത് വന്നപ്പോഴത്തേനും 3,000 രൂപയൊക്കെ മീറ്ററിന് തന്നെയാണെങ്കിൽ അത് നല്ല രീതിക്ക് 2 മീറ്റർ എടുക്കുമ്പോൾ തന്നെ 6,000 രൂപ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പറയാനായിട്ടൊരു ഇത് അയ്യോ പറഞ്ഞവരെന്തായിരിക്കും പറയാം. പക്ഷെ ഇപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടും കൂടിയെന്ന് ഞാൻ അവരോട് കാര്യം പറയും, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി ഞാൻ ബില്ലും എല്ലാം കൂടെ അങ്ങോട്ട് അയച്ചും കൊടുക്കും. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. പിന്നെ എനിക്കും എന്റെ കസ്റ്റമർക്ക് നല്ല ആൾക്കാരായതുകൊണ്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് അധികം നെഗറ്റീവ് ഒന്നും ഇതുവരെയായിട്ട് വന്ന് കണ്ടിട്ടില്ല ശരിക്കും. അതൊരു ഭയങ്കര ലക്ക്. എനിക്ക് തോന്നുന്നു കൃഷിപ്രിയെ മനസ്സിലാക്കിയ ആളുകളാണ് കൂടുതൽ ഓർഡേഴ്സ് തരുന്നത്. അതും അത്ര മതി, കിട്ടുന്ന ഓർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ സമാധാനം ഉണ്ട്. ഇതൊക്കെ ഞാൻ 5 ഓർഡർ ഒക്കെ എടുക്കുള്ളൂ ഒരു മാസം 5 ഓർഡേഴ്സ്. 5 ഓർഡർ എന്ന് പറഞ്ഞാലും പിന്നെ ആരെങ്കിലും ഞങ്ങൾക്ക്
കുറേ ആയി ഞങ്ങൾ മെസ്സേജ് അയക്കണം, കിട്ടിയില്ല, ഇതൊന്നും എടുക്കുമോ പ്ലീസ് എന്നൊക്കെ ചെയ്യുമ്പോൾ അതും കൂട്ടി എടുക്കും. ഈ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഇപ്പൊ ഇൻസ്റ്റ, വാട്സപ്പ്, ഇപ്പൊ വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിയല്ലോ എല്ലാവർക്കും. ഇപ്പൊ കുറെ ഓർഡേഴ്സ് എന്തായാലും ഇപ്പൊ മാസത്തിൽ 5 എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഓർഡേഴ്സ് വരുമല്ലോ. എങ്ങനെ ഇത് മാനേജ് ചെയ്യാം? അതിൽ നിന്ന് എങ്ങനെ ചൂസ് ചെയ്യാ? ഞാൻ വാട്സപ്പിലാണ് മിക്കപ്പോഴും നോക്കണത്. പിന്നെ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, 2 അല്ല 3 എണ്ണം. 3-ലും മെസ്സേജ് അയക്കും. പക്ഷെ എല്ലാത്തിലും നോക്കാൻ പറ്റത്തില്ല. ചില പിന്നെ എല്ലാത്തിലും ഒരാൾ തന്നെ അയക്കണം. ആദ്യം വാട്സപ്പിൽ അയക്കും, എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ ഇല്ലെങ്കിൽ ഇവര് എൻ്റെ 3 ഇൻസ്റ്റയിലും അയച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സീനില്ല അധികം. ഇതും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? മെസ്സേജ് ഒക്കെ ആഡിക്സും ഞാനും എല്ലാരും നോക്കാറുണ്ട്. ആളാണെന്ന് ഒരു ബാക്ക് ബോൺ എന്ന് പറയാൻ കൂടെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന്റെ പേര് വരെ നമ്മുടെ ഇന്റർവ്യൂവിലെ പേര് കേൾക്കാം. പക്ഷെ നമുക്ക് ഭയങ്കര പ്രൗഡാണ് ഇപ്പം കൃഷിപ്രിയ കാണുമ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയി നിൽക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്കും പ്രചോദനമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. സോ ഞാനും കുറെ പൊടിക്കൈയൊക്കെ ചോദിച്ചിട്ടുണ്ട് ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ ഒരുപാട് സന്തോഷം. ഇനിയിപ്പം വീട് എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹം ആൻഡ് സ്റ്റുഡിയോ, ഇത് രണ്ടും അല്ലാതെ എന്താ ഒരു വലിയ ആഗ്രഹം ചോദിക്കുകയാണെങ്കിൽ? നമ്മൾ പൃഥ്വിരാജിന്റെ 10 വർഷം കഴിയുമ്പോൾ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ചോദിക്കുന്നതല്ലേ, എന്താ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ വീട് പണി കഴിഞ്ഞാൽ എനിക്ക് ഒരു ബുട്ടീക്ക് തുടങ്ങണം എന്നുണ്ട്. അതൊക്കെ ഉടനെ ചെയ്യാമെന്നൊന്നും അറിയത്തില്ലേ. ഞാൻ ചിലപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വീട് തന്നെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് അതൊക്കെ പയ്യനെ ചെയ്യാനുള്ളൂ. എടുത്തടിച്ചെല്ലാം ചെയ്യാനുള്ള, വെറുതെ എല്ലാം കൂടി കുളമൊക്കെ ഉണ്ടല്ലോ. പയ്യെ എല്ലാം സാവധാനം ചെയ്യാ, ഹറിബറി ഒന്നും വേണ്ട. ആവശ്യത്തിനുള്ള ഇപ്പൊ ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓടിച്ചെന്ന് എല്ലാം ചെയ്ത് കുളമൊക്കാണ്ടിരിക്കണം. അത് വലിയ പോയിന്റാ പറഞ്ഞു. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം കൃഷ്ണപ്രിയ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ, ഒരുപാട് ഓർഡേഴ്സ് വരട്ടെ. കൃഷ്ണപ്രിയയുടെ ഈ ബിസിനസ് വലിയൊരു വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.